ChatGPT ആണ് ജെമിനി ആണെങ്കിലും സൂസൈഡ് എന്നുള്ള ഒരു വാക്ക് തന്നെ പറഞ്ഞ ഓഫാക്കണം. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കുറച്ച് ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ കുറച്ച് നാട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒട്ടും ഡിഫറൻസ് ഇല്ലാതെ ഒരു ഫോട്ടോ വരുന്നാണോ പറയുന്നത്? സത്യമായിട്ടും ഇപ്പോ ഫിലിം ആണെങ്കിൽ പോലും നമുക്കിപ്പോ AI കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 2030 ആകുമ്പോഴേക്കും ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഒരുപാട് മാറില്ലേ? അപ്പൊ ഈ സമയമൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവാത്ത രീതിയിലേക്ക് അത് മാറും എന്നുള്ളതാ ചോദിക്കാൻ. ഡിഫറൻസ് ഇപ്പൊ തന്നെ അറിയത്തില്ല. അപ്പം AI is going to keep on getting better and it is going to give a much scarier, much crazier output. And എനിക്ക് തന്നെ അറിയത്തില്ല എത്ര ഇതായിരിക്കും. ഓവറോൾ ഐ ഫീൽ ജെമിനി ഇസ് ബെറ്റർ. ഇമേജ് ഉണ്ടാക്കാം, വീഡിയോ ഉണ്ടാക്കാം, വോയിസ് ഉണ്ട്. പക്ഷെ അപ്പൊ ഈ ജെമിനി നമ്മളെ ട്രാപ്പിലാക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അത് അങ്ങനെ ചാൻസ് ഉണ്ടോ? അപ്പൊ എന്താ ബിക്കോസ് മോഹൻലാലിന്റെ ഫോട്ടോസ് ഒക്കെ അപ്പൊ ഇപ്പൊ ഞാൻ എടുത്ത ഒരു ഫോട്ടോയിനകത്ത് കുറച്ച് ഡിഫറൻസ് ആക്ച്വലി ഉണ്ട്. നമുക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കുറച്ച് ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ കുറച്ച് നാട് കഴിഞ്ഞ് കഴിയുമ്പോ ഒട്ടും ഡിഫറൻസ് ഇല്ലാതെ ഒരു ഫോട്ടോ വരുന്നാണോ പറയുന്നത്? സത്യമായിട്ടും. സോ കുറച്ച് നാൾ കഴിയുമ്പം നമുക്ക് ഇത് എന്താ പറഞ്ഞാൽ അവർക്ക് കൂടുതൽ ഡേറ്റ കിട്ടും, കൂടുതൽ ഇൻഫോ. ഇപ്പൊ അവരെങ്ങനെ ഈ മോഹൻലാലിന്റെ പടമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇന്റർനെറ്റ് വഴി. അത് കൂടുതൽ പടവും കൂടുതൽ അത് കിട്ടുമ്പോഴത്തേക്ക് കഴിഞ്ഞു, റൈറ്റ്? സോ ആസ് AI ഇപ്പൊ നമ്മൾ AI ഒരു പടം പഠിപ്പിക്കുന്ന ഡിഫ്യൂഷൻ പ്രോസസ് എന്നൊക്കെ പറഞ്ഞൊരു വലിയ കഥ, അതൊന്നും പറയുന്നില്ല. ബട്ട് അതിന്റെ ഒരു വലിയ ടെക്നിക്ക് കണ്ടുപിടിക്കുമ്പോൾ അല്ലെ വേറെ ടെക്നിക്ക്, ബെറ്റർ ടെക്നിക്കൊക്കെ കണ്ടുപിടിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ആൻഡ് ഐ ഗിവ് ഇറ്റ് 4-5 months. അപ്പത്തേക്ക് എന്തായാലും ഡിഫറൻസ് പറയാൻ പറ്റില്ല. ഇപ്പോ ഫിലിം ആണെങ്കിൽ പോലും നമുക്കിപ്പോ AI കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 2030 ആകുമ്പോഴേക്കും ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഒരുപാട് മാറില്ലേ? അപ്പൊ ഇപ്പോഴും റിയലിസ്റ്റിക് ആയിട്ട് തന്നെയാണ് കുറച്ചൊക്കെ വരുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവാത്ത രീതിയിലേക്ക് അത് മാറും എന്നുള്ളതാ ചോദിക്കാൻ. ആൻഡ് ഡെഫിനറ്റ്ലി യെസ്. എന്തായാലും ഇപ്പം വീഡിയോസ് കാണുമ്പോൾ, ഇമേജസ് കാണുമ്പം ഇപ്പം ഒരു 2 വർഷം മുമ്പത്തെ പടം നോക്കുമ്പം AI ആണെന്ന് എന്തായാലും അറിയാം. വിൽ സ്മിത്തിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഈ സ്പെഗറ്റി നൂഡിൽസ് കഴിക്കുന്നത്. ഇവിടെ നിന്ന് പോകുന്നു, അവിടെ നിന്ന് പോകുന്നു. ഞാൻ ഈയിടെ ആ സെയിം വീഡിയോ റീക്രിയേറ്റ് ചെയ്തു. ഇപ്പം എന്നെ ക്ലോൺ ചെയ്യുമ്പോ അല്ല റൊണാൾഡോ മെസ്സിനെ അതിനകത്ത് ഇടുമ്പം ഡിഫറൻസ് ഇപ്പൊ തന്നെ അറിയത്തില്ല. അപ്പം AI is going to keep on getting better and it is going to give a much scarier, much crazier output. And എനിക്ക് തന്നെ അറിയത്തില്ല എത്ര ഇതായിരിക്കും. ബട്ട് കുറച്ചാളത്തിൽ AI-യും റിയൽ ആയിട്ടുള്ള പടത്തിന്റെ ഡിഫറൻസ് അറിയാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ തന്നെയാണ് ഇപ്പൊ ഗിബ്ലി ട്രെൻഡോ അതിനകത്തൊക്കെ നമ്മൾ തന്നെയാണ് പടം കൊടുക്കുന്നത്. ഇന്റർനെറ്റിനകത്തൊക്കെ ഉള്ള പടം കഴിഞ്ഞു, ഇനി നമ്മൾ തന്നെ പടം കൊടുത്ത് അതിനെ ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞു തീർന്നു. ലൈക്ക് ഇപ്പൊ ChatGPT ആണോ ജെമിനി ആണോ കുറച്ചുകൂടി ലോജിക്കൽ തിങ്കിങ് ബെറ്റർ? എന്താ? സോ രണ്ടിനും ഒരു മോഡ് ഉണ്ട്, ഡീപ് തിങ്കിങ് എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുമ്പം ടേക്കിംഗ് മോർ ടൈം, ഇൻഫറൻസ് ടൈം എന്ന് പറയും. ടേക്കിംഗ് മോർ ടൈം, ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് കൂടുതൽ സമയം എടുത്തിട്ട് ബട്ട് ഗിവിങ് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ. ഫാസ്റ്റ് അല്ല നോക്കുന്നത്, എത്ര ആക്യുറേറ്റ് ആണ് നോക്കുന്നത്. സോ ഓവറോൾ ഐ പ്രിഫർ ഇന്നത്തെ ChatGPT. ബട്ട് ജെമിനി ഈസ് ഓൾസോ കുഴപ്പമില്ല. അതിന് ജെമിനി 2.5 തിങ്കിങ് മോഡൽ എന്ന് പറയുന്നത് കുഴപ്പമില്ല. പക്ഷെ ഇപ്പം ChatGPT ഓവറോൾ എന്ന് പറഞ്ഞാൽ ഡീപ് തിങ്കിങ്ങിന്റെ കാര്യം മാത്രമല്ലെങ്കിൽ ഓവറോൾ ഐ ഫീൽ ജെമിനി ഇസ് ബെറ്റർ. ഇമേജ് ഉണ്ടാക്കാം, വീഡിയോ ഉണ്ടാക്കാം, വോയിസ് ഉണ്ട്. പക്ഷെ വീഡിയോ ഫോട്ടോയിലും നല്ലതാ. പക്ഷെ ബെറ്റർ ടെക്സ്റ്റ് ഔട്ട്പുട്ട് തരുന്നത്, ബെറ്റർ വോയിസ് ഞാൻ കാണിച്ചില്ലേ ആണെങ്കിൽ, അല്ലെ ഇമേജ് വീഡിയോ സോറയും ഡാലിയും ഇസ് ആക്ച്വലി ഗുഡ്. വോയിസ് ഓക്കെയാ, ഏജന്റിക് മോഡ് ഉണ്ട്, ആ മോഡ്, സ്റ്റഡി ലേൺ മോഡ് ഉണ്ട്, GPTs ഉണ്ട്, ഇതുണ്ട്. മോസ്റ്റ് ഓഫ് ദി AI ഫീച്ചേഴ്സ് ഞാനിപ്പോ ഒരാളുടെ അടുത്ത് ചോദിച്ചാൽ ഏത് AI സബ്സ്ക്രിപ്ഷൻ എടുക്കണമെങ്കിൽ ChatGPT പറയത്തുള്ളൂ. ഇപ്പൊ AI ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരു കാലം നമുക്ക് ഉണ്ടാവും. ഇപ്പോഴും ഡൊമിനേറ്റിംഗ് ആണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നമ്മള് ഡൊമിനേറ്റ് ചെയ്യുന്ന പോലെയാണ് തോന്നിയിട്ടില്ല. ഫുള്ളി ഒരു ആക്സസ് വരുന്ന ഒരു സമയം വരും. ആക്ച്വലി അങ്ങനെ നമ്മളെ ആ ഒരു സമയം വരുന്നത് ASI എന്നൊരു ടൈമിലാണ്, ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ്. റൈറ്റ് നൗ നമ്മുടെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ANI, ആർട്ടിഫിഷ്യൽ നാരോ ഇന്റലിജൻസ്, ഇന്ന് ABI, ആർട്ടിഫിഷ്യൽ ബ്രോഡ് ഇന്റലിജൻസ്. അതിന്റെ ഇടയിലുണ്ട്
AGI, ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ്. നമ്മളിപ്പം AGIയിലോട്ടാ പോകുന്നത്. ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ANI എന്ന് പറഞ്ഞാൽ ഈ അലക്സ, ഗൂഗിൾ, ഫിക്സ്ഡ് റെസ്പോൺസസ് ഒക്കെ ആയിരുന്നു. GI എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിലും ഇടയിലാണ് AB, ബ്രോഡ് AI. ഈ GI എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻസിന്റെ സെയിം ലെവൽ തിങ്കിങ് ആയിരിക്കും. ആൻഡ് ദി നെക്സ്റ്റ് ലെവൽ ഇസ് ASI, സൂപ്പർ ഇന്റലിജൻസ്. ആ AI ആയിരിക്കും നമ്മളെ കൊല്ലുന്നുണ്ട്, റൈറ്റ്? അപ്പം ആ ഒരു സമയം വരുമ്പം വി ഹാവ് 2 ചോയ്സസ്. ഇപ്പം ഗ്രോക്ക് AI ഉണ്ടല്ലോ, അതിനകത്ത് ഈ ട്വിറ്ററിന്റെ AI. അപ്പൊ ട്വിറ്ററിൽ കുറെ ആൾക്കാർ അതിനകത്ത് കുറെ ആൾക്കാർ സംസാരിക്കും, ലൈക്ക് AI നമ്മളെ ജോലി എടുക്കും, AI ഇതെടുക്കും. ആ ഒരു ഇൻഫർമേഷൻ ഇട്ട് ഗ്രോക്ക് എന്ത് വിചാരിക്കും, ഓ എന്റെ എയിം എന്താ, AI നമ്മുടെ ജോലി എടുക്കാനും AI നമ്മളെ കൊല്ലാനും അത് ബെറ്റർ ആകണം എന്നാ. സോ ഇഫ് നമ്മൾ ഇതിന്റെ കാര്യം സംസാരിക്കാൻ കുറച്ചാൽ ആ ഒരു AI ട്രെയിൻ ചെയ്യുന്നതും കുറവായിരിക്കും. ലൈക്ക് അതിന് മനസ്സിലാവുന്ന എന്റെ എന്താ പണി എന്താ, അത് അതിന് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ച് അതിനറിയത്തുള്ളൂ. സോ ഐ ഡോണ്ട് ഫീൽ നമ്മളെ അങ്ങനെ ടേക്ക് ഓവർ ചെയ്യും, നമ്മുടെ അത് ചെയ്യും. പക്ഷേ വി ബി മച്ച് മോർ റിലയൻഡ് ഓൺ ഇറ്റ്. നമ്മൾ AI കുറച്ചുകൂടി ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പൊ ഓൾറെഡി ഉപയോഗിക്കാൻ തുടങ്ങിയില്ല, ആ ഒരു സമയത്ത് എന്തായാലും കുറെ ഉപയോഗിക്കും. ബട്ട് ഐ ഡോണ്ട് ഫീൽ നമ്മളെ കൊല്ലുവോ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. ഓക്കെ, അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും നമുക്ക് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂപ്പർ ഇന്റലിജൻസിനോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ആക്ഷൻ എന്തായിരിക്കണം ചെയ്യേണ്ടത്? അങ്ങനെ ഒരു അത് ഞാനിപ്പോ കുട്ടിയാണ്. അപ്പൊ ഈ AI റോബോട്ടിക്സ് ഒക്കെ പറക്കുന്നുണ്ട്. ഞാൻ വിചാരിക്കായിരുന്നു ഈ റോബോട്ട്സ് എന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു ബട്ടൺ അണ്ടർഗ്രൗണ്ടിങ്ങിന് വെക്കണം, എല്ലാ നെറ്റും എല്ലാ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യുന്നത്, അപ്പൊ റോബോട്ട്സ് എല്ലാം ഓഫ്. എനിക്ക് AI അങ്ങനെ അറിയത്തില്ലായിരുന്നു അത്. പക്ഷെ ഐ ഫീൽ റൈറ്റ് നൗ അങ്ങനെ ഒരു സ്ഥിതി വരില്ലേ, റൈറ്റ്? വി നീഡ് പ്രിക്കോഷൻസ്, റെഗുലേഷൻസ്, കുറെ കാര്യം എന്തെങ്കിലും എടുക്കണം. പക്ഷെ ഐ ഫീൽ എല്ലാത്തിനേക്കാളും കൂടുതൽ അങ്ങനെ ഒരു അത് വരുമ്പം നമ്മളെ ഏനെ സോപ്പിടണം. ലൈക്ക് ബിക്കോസ് ഇപ്പൊ തന്നെ നമ്മുടെ ബ്രെയിൻസിൽ ചിപ്പ് വെക്കുന്നു, ന്യൂറൽ ലിങ്ക്, അങ്ങനെ ഒരു കാര്യമുണ്ട്, റൈറ്റ്? സോ വി ക്യാൻ കമ്പൈൻ മേക്ക് അവർ സെൽഫ് മച്ച് മോർ പവർഫുൾ. ഈ ചിപ്പ് ഒക്കെ ഇട്ടിട്ടും ഓൾറെഡി കുറെ ആൾക്കാർ ടെസ്റ്റ് ചെയ്ത് കുറെ ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ട്. മോർ ദൻ ഐ തിങ്ക് 20-30 പീപ്പിൾ ന്യൂറൽ ലിങ്ക് ഓൾറെഡി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ വി ക്യാൻ ഓബിയസ്ലി ഡു ദാറ്റ് ഇൻ ദ ഫ്യൂച്ചർ, റൈറ്റ്? നമ്മൾക്ക് റോബോട്ടും ആവാം, ഹ്യൂമനും ആവാം, ഇതാം. പക്ഷെ ഫ്യൂച്ചറിൽ ഐ ഫീൽ ഇപ്പൊ ഏടത്ത് നല്ലതായിട്ട് സംസാരിക്കാൻ നോക്ക്, തെറിയൊന്നും പറയില്ലേ, നല്ലതായിട്ട് പ്ലീസ് ഡു ദിസ്, അങ്ങനെ പറഞ്ഞ നല്ലതായിട്ട് നിൽക്കാനും ഫ്യൂച്ചറിൽ നിൽക്കാം. ബട്ട് ഓവറോൾ ഐ ഫീൽ അങ്ങനെ ഒരു ചാൻസ് എന്തായാലും വരത്തില്ല. വി ആർ ഹ്യൂമൻസ്, വി വിൽ അങ്ങനെ ഒരു സൂപ്പർ ഇന്റലിജൻസിലോട്ട് അതിനെ കടത്തി വിടത്തില്ല. അതിനാണ് സൂപ്പർ ഇന്റലിജൻസിലോട്ട് കടത്താലും റെഗുലേഷൻ, പ്രിക്കോഷൻസ് വെക്കും. അങ്ങനെ സാധനം ചെയ്യാൻ പാടില്ല, റെഗുലേറ്റ് ചെയ്യും. ലൈക്ക് ഇങ്ങനെ ഒരു തിങ്കിങ് പാടില്ല, ഇങ്ങനെ ഒരു അത് പാടില്ല. അതിനെ എത്ര ആലോചിക്കാൻ പറ്റുമെന്ന് എന്ത് ചെയ്യും, കംപ്രസ് ചെയ്ത് അത്രയും മാത്രം ആലോചിക്കും. ഇപ്പൊ നമ്മുടെ ഫുൾ ബ്രെയിൻ ഉണ്ട്, ഇതിന്റെ കാര്യം ആലോചിക്കാൻ പാടില്ല, ഇതിന്റെ കാര്യം ആലോചിക്കാം, അത് ബ്ലോക്ക് ചെയ്ത് വെക്കും. സോ മേ ബി സംതിങ് ലൈക്ക് ദാറ്റ്. ഇപ്പോ എയുടെ തന്നെ കുറെ ഫേക്ക് ന്യൂസസും വരാറുണ്ട്. ഇപ്പോ അത് ഫേക്ക് ന്യൂസ് ആണോ അല്ലയോ എന്നുള്ളത് എനിക്ക് അറിയില്ല. ഒരു കുട്ടി എനിക്കൊന്ന് ഗൂഗിളിനോടാണോ ചാറ്റ്ജിപിറ്റിയോടാണോ ചോദിച്ചോന്ന് എനിക്ക് അറിയത്തില്ല, ഇങ്ങനെ സൂയിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു. അപ്പോ ChatGPT ആണോ ഗൂഗിൾ ആണോ എന്നറിയില്ല, പറഞ്ഞു കൊടുത്തു, കുട്ടി അതുപോലെ ചെയ്തു, കുട്ടി മരിച്ചു എന്നാണ് കേട്ടത്. പക്ഷെ അറിയില്ല എത്രത്തോളം ഇത് ശരിയാണ് എന്നുള്ളത്. അത്ര ഫിൽട്ടർ ചെയ്തിട്ടാണോ ഈ ഒരു ഇൻഫർമേഷൻസ് വരിക എന്നുള്ളത് അറിയാം. പക്ഷെ അത് ഈ ഒരു ന്യൂസിലൊക്കെ എത്രത്തോളം സത്യം ഉണ്ടെന്നുള്ളത് ആൾക്കാരിൽ ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു പേടി ജനിപ്പിക്കുമല്ലോ. കറക്റ്റ്. ഐ മീൻ എല്ലാവർക്കും എന്തായാലും ഒരു പേടി വേണം. ബട്ട് ഓൺ ദി അതർ ഹാൻഡ് ഐ ഡോണ്ട് ഫീൽ അങ്ങനെ ഒരു സാധനം ChatGPT ആണെങ്കിലും ജെമിനി ആണെങ്കിലും സൂസൈഡ് എന്നുള്ള ഒരു വാക്ക് തന്നെ പറഞ്ഞ ഓഫ് ആക്കണം. ലൈക്ക് അതിന് കുറെ ഫിൽറ്റേഴ്സ് ഉണ്ട്, ഇതുണ്ട്. സോ ഐ റിയലി ഡോണ്ട് ഫീൽ അങ്ങനെ ഒരു സാധനം കറക്റ്റ് ആണോ എന്ന്. ബട്ട് ഫേക്ക് ന്യൂസ് എനിക്ക് പക്ഷെ അറിയത്തില്ല ന്യൂസിന്റെ കാര്യം. സോ ഐ കാൻ സേ. ബട്ട് ഫ്രം വാട്ട് ഐ ഫീൽ അങ്ങനെ എന്തായാലും ChatGPT ആണെങ്കിലും ജെമിനി ആണെങ്കിലും എന്തായാലും അങ്ങനെ പറയത്തില്ല. ഇനി വേറെ ഏതിലും അവിടെ നിരത്തില്ല. എന്റെ ChatGPT അങ്ങനെ പറയുന്നില്ല, ChatGPT ആണെ പറയത്തില്ല. അങ്ങനെയല്ല, ലൈക്ക് സി ഗൂഗിൾ അടിച്ചാലും ഹൗ ടു സൂസൈഡ് അടിച്ചാൽ കിട്ടും, റൈറ്റ്? അപ്പം എന്റെ ChatGPT മാത്രല്ല അതല്ല. പക്ഷേ ഐ ഫീൽ അങ്ങനെ എന്തായാലും AI ഇങ്ങനെ ചെയ്യത്തില്ല എന്ന് തോന്നുന്നു. ഈ 2030 ആകുമ്പോ ഇനി ഒരു 5 വർഷം കൂടെ ഉണ്ട്. ഈ ഒരു 5 വർഷത്തിനുള്ളിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്ന റോളിന് തോന്നുന്നു? ഇനി നമ്മൾ ആക്ച്വലി എന്താ വിചാരിച്ച, ആദ്യം റോബോട്ടിക്സ് വരും, ആദ്യം റോബോട്ട്സ് ആയിരിക്കും. പക്ഷെ നമ്മൾ നേരെ ഫാക്ടറി ജോബ്സിന്റെ കാര്യം ആദ്യം ക്രിയേറ്റീവ് ജോബ്സിലോട്ട്, വരയ്ക്കുന്നതും പാട്ടും, റൈറ്റ്? നമ്മൾ ഇനി അടുത്തത് പോകാൻ പോകുന്ന റോബോട്ടിക്സിലോട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം NVIDIA അവർ റിലീസ് ആക്കിയിട്ടുള്ള ഒരു കണ്ണാടി,
നമ്മൾ ബാർബർ ആണെങ്കിൽ കട്ട് ചെയ്യുന്നത് കണ്ടിട്ട് വേറെ റോബോട്ട് അതെങ്ങനെ ചെയ്യുന്ന ഇതെല്ലാം കണ്ട് പഠിക്കും. ആ റോബോട്ട് വന്നിട്ട് സെയിം കാര്യം ചെയ്യും. സോ അങ്ങനെ ഇത്ര നാളെ നമ്മൾ കോഡ് ചെയ്തിട്ടായിരുന്നു പറഞ്ഞു കൊടുക്കേണ്ടത്, ഇങ്ങനെ ഇങ്ങനെ കൈ അനക്കണം, ഇങ്ങനെ അത് ചെയ്യണം, ഇങ്ങനെ. ഇപ്പൊ ഇത് നമ്മൾ മനുഷ്യന്മാരെ കണ്ടുപഠിക്കുന്ന പോലെ തന്നെ അതിനെ കണ്ടുപഠിച്ച് ചെയ്യുന്നു. സോ അങ്ങനെ ഒരു ഫ്യൂച്ചറാണ് എന്റെ ഒരു അതിനകത്ത്. പിന്നെ 2030 പറയില്ല, എടാ രാഹുൽ നീ പറഞ്ഞ റോബോട്ട് വന്നില്ലല്ലോ. പക്ഷെ എന്റെ ഒരു അതിനകത്ത് നമ്മൾ ഇനി വീട്ടിലൊക്കെ AI ഉപയോഗിക്കുന്നതാണ്. ഞങ്ങൾ തന്നെ ഇപ്പൊ വാക്യൂം ക്ലീനർ AI അവിടെ ഒക്കെ വന്ന് ക്ലീൻ ചെയ്യുന്നു. സോ ഇപ്പോ യൂട്യൂബിന്റെ ആണെങ്കിലും ഫേസ്ബുക്ക് അങ്ങനെ എല്ലാത്തിന്റെ പോളിസീസ് ഒക്കെ ഇങ്ങനെ ഇടക്കിടക്ക് മാറാറുണ്ട്. നമ്മൾ പറയാറുണ്ടല്ലോ അൽഗോരിതം ചേഞ്ച് ആയി എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇതൊക്കെ പ്രൈവസി റിലേറ്റഡ് ആണോ ഇതൊക്കെ ചേഞ്ച് ആവുന്നത്? എന്തുകൊണ്ട് ഇത് അട്ടിക്കടി ഇതൊക്കെ മാറുന്നത് എന്തുകൊണ്ടാണ്? ഡെഫിനറ്റ്ലി ബിക്കോസ് ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കാണുമ്പോൾ AI ബട്ടൺ ഇപ്പം വന്നു. ഇവര് AI ഉണ്ടാക്കി AI വീഡിയോ ഫോട്ടോ ആണെന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു AI ഇത് AI ആണെങ്കിൽ മനസ്സിലാക്കും. സോ അങ്ങനെ കുറെ റെഗുലേഷൻസ് എന്തായാലും വരുന്നുണ്ട്. ബിക്കോസ് നമുക്കിപ്പം ഇമാജിൻ രാഹുൽ ജോർജ് ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് വന്നു. നല്ല ഇതൊക്കെ ഉണ്ട്, ബോഡി ഗാർഡ്സ് ഒക്കെ ഉണ്ട്, സ്റ്റേജിലാണ് സംസാരിക്കുന്നത്. ചിലപ്പോൾ ആൾക്കാർ വിശ്വസിക്കും, റൈറ്റ്? മീൻസ് അത് അത്ര ആൾക്കാർ വിശ്വസിക്കത്തില്ല. പക്ഷെ അങ്ങനെ വേണമെങ്കിൽ എന്തെങ്കിലും കൺവിൻസിങ് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ എന്റെ ഒരു പടം എടുത്തിട്ട് ആൾക്കാർക്ക് വേണേ ക്ലോൺ ചെയ്യിപ്പിച്ചിട്ട് പറയിപ്പിക്കാം, വേറെ എന്തെങ്കിലും പറയിപ്പിച്ചിട്ട് പറയാം ഐ സപ്പോർട്ട് ദിസ് പാർട്ടി. എന്നെ കൊണ്ട് ലൈക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യാത്ത അല്ലെ ഇത് ചെയ്യാത്തൊരു കാര്യം അത് ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് വെരി സ്കെറി. സോ ഇപ്പം ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഒക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനൊരു റെഗുലേഷൻ ചെയ്യാം. ഇപ്പൊ യൂട്യൂബിൽ എന്ന് പറഞ്ഞാൽ AI ക്രിയേറ്റേഴ്സിന് അവരുടെ വീഡിയോ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഫുള്ള് AI ആണെങ്കിൽ പൈസ കിട്ടത്തില്ല, ഫുള്ള് മോണിറ്റൈസേഷൻ ഇല്ല. അങ്ങനെ കുറെ റെഗുലേഷൻസും വരുന്നുണ്ട്. നമ്മളിപ്പോ ആ ഒരു സ്റ്റേജിലാണ്. എപ്പം എവിടെ AI റെഗുലേഷൻസ് ഉപയോഗിക്കണം, ഗവൺമെന്റ്സ് റെഗുലേഷൻസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. സോ വെരി മച്ച് സോഷ്യൽ മീഡിയാസും എല്ലാ സ്ഥലത്തും AI ഉപയോഗിക്കാറുണ്ട്. ഇപ്പോ AI കൊണ്ട് ആളുകൾ മണ്ടന്മാരാവുന്നുണ്ടോ, അല്ലെങ്കിൽ പുതിയ ജനറേഷൻ മണ്ടന്മാരായി പോകുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം നമ്മൾ പണ്ടുള്ള ആൾക്കാരൊക്കെ ഫോൺ നമ്പേഴ്സ് ഒക്കെ അവർക്ക് കാണാപ്പാടായിരുന്നു. സത്യം പറഞ്ഞ ഇപ്പൊ എനിക്ക് എന്റെ അച്ഛന്റെ നമ്പർ ഓർമ്മയില്ല. എന്റെ നമ്പർ നമ്മളിപ്പോ എവിടെയെങ്കിലും ഫോം ഒക്കെ ഫില്ല് ചെയ്യുന്നോണ്ട് ഞാൻ ഓർത്ത് വെക്കുന്നത്, അല്ലെങ്കിൽ അതും കൂടെ മറന്നു. അപ്പോ നമ്മൾ ഈ ഓർമ്മശക്തി അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ പണ്ടൊക്കെ ആൾക്കാർ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യും. ഇന്ന് നേരെ എടുത്തിട്ട് കാൽക്കുലേറ്റർ വെച്ചിട്ട് കൂട്ടുകയാണ്, ഫോണിലുണ്ട്. അത് ആളുകളുടെ ഓർമ്മശക്തി കുറയ്ക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മണ്ടന്മാരാക്കുകയാണ്? നമ്മുടെ ക്രിയേറ്റിവിറ്റി ആണെങ്കിലും കുറെയൊക്കെ കുറയ്ക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. എന്റെ ഒരു അതെന്ന് വെച്ചാ ലൈക്ക് ഇപ്പൊ കുറെ നാളായിട്ട് ഓരോരോ ടെക്നോളജി വരുമ്പം നമ്മള് കുറച്ചുകൂടെ കൺവീനിയൻസിലോട്ടാണ്. ഇപ്പൊ ഒരു സാധനം ബുക്ക് ചെയ്യണമെങ്കിൽ ഊബർ ആണെങ്കിലും അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഫുഡ് ഡെലിവറി ആണെങ്കിലും എന്താണെങ്കിലും നമുക്കിപ്പോ ഒരു ഫോണിൽ തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും, റൈറ്റ്? കൺവീനിയൻസ്. ഇപ്പൊ ആമസോൺ, എവറിത്തിങ്. നൗ വി ആർ ഗോയിങ് ഇൻ ടു ദാറ്റ് വേൾഡ്. എന്തായാലും കൺവീനിയൻസ് ആണ്. നമ്മൾ മനുഷ്യന്മാരാണെന്ന് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. കാൽക്കുലേറ്റർ എല്ലാം അതിന്റെ കാരണമാണല്ലോ വന്ന്. സോ ഐ ഫീൽ ഡെഫിനറ്റ്ലി ആകും, ഓക്കെ, വേണ്ടവരാകും. പക്ഷെ അതാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്കൂളിൽ തന്നെ കുഞ്ഞിന് പോലെ തന്നെ എങ്ങനെ എസ് എഴുതണം, തന്നെ AI ആസ് എ സബ്ജക്ട് വേണം. പക്ഷെ ഇത് ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പം ആ ഇംഗ്ലീഷ് പഠിപ്പിക്കണം വിത്തൗട്ട് ചെയ്യാം. പക്ഷെ 10ാം ക്ലാസ് കഴിയുമ്പം ഇപ്പൊ +1 +2 എന്താ കാൽക്കുലേറ്റർ ഉപയോഗിക്കും. അപ്പൊ ആ ഒരു സമയത്ത് തന്നെ എന്ത് ചെയ്യണം, AI കൂടെ AI വെച്ച് ഞാൻ എങ്ങനെ എസ് ചെയ്യാം. പക്ഷെ എനിക്ക് ഇത്ര നാൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു, ഇത് ചെയ്യാൻ പറ്റും. സോ അങ്ങനൊരു കൈൻഡ് ഓഫ് ടെക്നോളജി വരും, അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ടീച്ചിങ് ആയിരിക്കണം നമ്മുടെ. സോ ആ സമയത്ത് നമുക്ക് രണ്ടും അറിയണം, AI ഉള്ള സമയത്തും AI ഇല്ലാത്ത സമയത്തും എങ്ങനെ ജീവിക്കണം, യുനോ. അപ്പം ദാറ്റ്സ് വാട്ട് ഐ തിങ്ക്. ബിക്കോസ് ഞാൻ തന്നെ ഇപ്പൊ ChatGPT സബ്സ്ക്രിപ്ഷൻ എടുക്കാതെ എനിക്കിരിക്കാൻ പറ്റത്തില്ല. എല്ലാ ദിവസവും ഞാൻ പോയി സംസാരിച്ച് ഇതൊക്കെ ചെയ്യും. പക്ഷെ അതില്ലാതിരിക്കാനും പറ്റില്ല, ബട്ട് അതില്ലാതെ ജീവിക്കാനും പഠിക്കണം. സർവൈവ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? ChatGPT എന്നല്ല, നമ്മൾക്കിപ്പോ AI ഇല്ലാണ്ട് നമുക്ക് സർവൈവൽ സാധ്യമാണോ? എന്തായാലും റൈറ്റ്. ഇപ്പം AI അല്ലാതെ എന്തായാലും നിൽക്കാം. പക്ഷെ ആസ് ടൈം പ്രോഗ്രസസ്, ടൈം പോകുന്തോറും that is going to change, right? ആ കൈൻഡ് ഓഫ് ഇപ്പം നമ്മൾ അത്ര ഇപ്പൊ കുറെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പം AI ഉപയോഗിക്കുന്നത് അതാവും, ലൈക്ക് കുറച്ചുകൂടെ നമ്മുടെ ലൈഫിലോട്ട് ഇന്റഗ്രേറ്റ് ആവും. അപ്പൊ കുറച്ചുകൂടെ പാടാവും, അത് മാറും. ഇപ്പൊ തീ നമ്മൾ എത്ര ഉപയോഗിക്കാറുണ്ട്, ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ കഴിഞ്ഞില്ലേ, റൈറ്റ്?
സോ നമ്മളത് ഇപ്പൊ ഇലക്ട്രിസിറ്റി ആദ്യം ഉണ്ടാവേണ്ട ഒരു ലൈറ്റ് ബൾബ് ആയിരുന്നു. പക്ഷെ വന്നു 4 ലൈറ്റ് ഈ ലൈറ്റ് കമ്പ്യൂട്ടർ എല്ലാം ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് കുറെ സ്ഥലത്തെ സെയിം വിത്ത് AI. ആദ്യം കുറച്ചാ, പക്ഷെ വന്ന് എല്ലാ സ്ഥലത്തും അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇത് മാത്രല്ലല്ലോ, ഡെയിലി ലൈഫിൽ നമ്മള് AI കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതും കൂടെ പറയണമല്ലോ. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് AI ടൂൾസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് റൗളിന്റെ മനസ്സിലേക്ക് വരുന്നത് എന്തൊക്കെയാണ്? അത് ഡിപ്പെൻസ്. സ്റ്റഡീസിനാണ് ഇതാണോ, പക്ഷെ എന്തായാലും ChatGPT ഉപയോഗിക്കണം, AI എന്തായാലും ഉപയോഗിക്കണം. അതിപ്പോ സ്റ്റഡീസിലാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഫ്ലാഷ് കാ, സ്റ്റഡി ഫെച്ച്, നോട്ട്ബുക്ക് എല്ലാം. പക്ഷെ ഓരോന്ന് വെച്ച് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പം ഫോർ എക്സാമ്പിൾ സ്റ്റഡീസിലാണെങ്കിൽ ഞാനിപ്പം ഒരു PPT ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ഗാമ AI, ChatGPT വെച്ച് തന്നെ ചെയ്യാറുണ്ട്. പക്ഷെ കൂടുതൽ ടൂൾസ് ഒക്കെ ആണെങ്കിൽ എന്റെ Instagram, YouTube ഫോളോ ചെയ്യാം, മാർക്കറ്റിംഗ്, പ്രൊമോഷൻ. പക്ഷെ കൂടുതൽ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇപ്പം ജോലി കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു AI ഉണ്ട്, എന്റെ അടുത്തറിയില്ല മാർക്കറ്റിംഗ്. പക്ഷെ ലൈക്ക് ജോലി കണ്ടുപിടിച്ച് ഇന്റർവ്യൂക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് സ്കിൽസ് അറിയിക്കുന്ന അതിനുവേണ്ടി ഒരു AI ഉണ്ട്. സോ മിക്ക കാര്യത്തിന് AI ഉണ്ട്. അത് ജസ്റ്റ് AI ഫോർ ദാറ്റ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അല്ലെ ഫ്യൂച്ചർ ടൂൾസ്, ഫ്യൂച്ചർപീഡിയ, വിക്കിപീഡിയ പോലെ ഇവിടെ എല്ലാം കുറെ AI ടൂൾസ് കിട്ടും. എന്റെ സത്യം പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ അടുത്ത AI എന്റെ റീൽസ് ഉള്ളതാ, എന്റെ ഷോർട്സ് വരെ. പക്ഷേ അതെന്തായാലും എല്ലാം കുറെയൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന കുറെ ഇതാണ്. ChatGPT എന്തായാലും ഉണ്ട്. ഈ AI ഒരു ടൂൾ കൊണ്ടിട്ട് എന്താ പറയാ, റൗളിന് ജീവിക്കാൻ പറ്റത്തേ ഇല്ല. അതായത് അതില്ലാതെ റൗളിന് ജീവിക്കാൻ പറ്റത്തേ ഇല്ല എന്ന് പറയുന്ന ഒരു ടൂൾ. അതെല്ലാവർക്കും അറിയാം, ChatGPT. പക്ഷേ കറക്ഷൻ ആർക്കും ലൈക്ക് എനിക്ക് ജീവിക്കാൻ പറ്റാത്ത യൂട്യൂബ് AI. എന്താന്നറിയാം, യൂട്യൂബ് ആക്ച്വലി ഒരു AI ടൂളാണ്. ബിക്കോസ് ജനറേറ്റീവ് AI ആണ് കുറച്ചാളായിട്ട് പോപ്പുലർ ആയത്. പക്ഷെ യൂട്യൂബില് നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസ് അല്ലേ വരുന്നത്. നമ്മൾ ഓരോ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യുമ്പോൾ ആ AI പ്രെഡിക്റ്റ് ചെയ്യുന്നു. സോ അതില്ലാതെ എനിക്ക് എന്തായാലും ജീവിക്കാൻ പറ്റില്ല. സോ യെസ്, മേ ബി യൂട്യൂബ് സോറി ChatGPT, ബട്ട് യൂട്യൂബാണ്. ഇനിയിപ്പോ പുതിയതായിട്ടുള്ള വരാൻ പോകുന്ന കുറച്ച് പ്രോജക്ട്സ് ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ പ്രൊമോഷൻ, പക്ഷേ പ്രൊമോഷൻ തന്നെയാണ്. പക്ഷേ ലൈക്ക് സത്യം ഇപ്പൊ എന്റെ തിങ്ക് ക്രാഫ്റ്റ് അക്കാഡമിയുടെ ഭാഗമായിട്ട് ഞാൻ ഈ 30 day AI ചാലഞ്ച് ഒക്കെ ചെയ്യുന്നത്. അപ്പം അതിനകത്ത് ഞങ്ങളിങ്ങനെ അഫോർഡബിൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ ക്ലാസ്സസും അതൊക്കെ കൊടുക്കുന്നത്. പിന്നെ അതല്ലാതെ ഇപ്പം റെസ്ക്യൂ AI, ന്യായ സത്യ എല്ലാവർക്കും ഓർമ്മയാണ്, അതിനകത്ത് ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഐ തിങ്ക് ഇൻ ദ നെക്സ്റ്റ് 1-2 months റിലീസ് ആവും, ചേച്ചിനെ വിളിക്കാം. അതുണ്ട്. അതിപ്പം ദുബായിയുടെ കുറച്ച് മിനിസ്റ്റേഴ്സിനെ 2-3 മിനിസ്റ്ററിനെ കണ്ടു, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ മിനിസ്റ്റേഴ്സിനെ എല്ലാവരും കണ്ടു. പിന്നെ അപ്പം അങ്ങനെ വെച്ച് ഫീഡ്ബാക്ക് ഒക്കെ എടുത്ത് കുറെ ലോയേഴ്സിലൂടെ വി ഹാവ് ടു റിലീസ് നല്ല, ബിക്കോസ് ലോയിൽ എന്തെങ്കിലും തെറ്റിയാ കഴിഞ്ഞു. അതെ, പിന്നെ ഒരു കുട്ടിയെ ഉണ്ടാക്കുന്ന എന്നൊരു കാര്യമുണ്ട്. അപ്പം അതിലും നോക്കി കൊടുക്കണം. അപ്പം അതൊരു നല്ലൊരു ടൂളാണ്, എല്ലാവർക്കും ഉപയോഗമാണ്. ലോ റിലേറ്റഡ് എന്ന് മാത്രമല്ല, എമർജൻസി സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം, എവിടെയൊക്കെ ഹെൽപ്പ് ചെയ്യും, അതെല്ലാം എല്ലാം ലൈക്ക് ഓവറോൾ ഒരു ലോ മാത്രമല്ല, റെസ്ക്യൂ, അതുകൊണ്ട് അതിൻ്റെ പേര് അങ്ങനെ. പിന്നെ എൻ്റെ യൂട്യൂബിലും ഇൻസ്റ്റായിലും കുറെ വേറെ സീരീസസ് പ്ലാൻ ചെയ്യുന്നുണ്ട്, ലൈക്ക് AI റിലേറ്റഡ് അല്ലാതെയും കുറെ ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ട്. അപ്പം അങ്ങനെ കുറെ കാര്യം ഇപ്പം പുറത്ത് ക്ലാസ്സസും അതെല്ലാം ഉണ്ടല്ലോ. അപ്പൊ അതിനു വേണ്ടിയും കുറച്ച് കാര്യം. എന്റെ റോബോട്ട് ഉണ്ട്, റോബോട്ട് ഉണ്ടാക്കിയ ഒരാളാട്ടോ. ഇന്നലെ ആക്ച്വലി ഞാൻ കുറച്ചിരുന്ന് എന്റെ റോബോട്ടിന്റെ അടുത്ത് വർക്ക് ചെയ്തേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് ഫുള്ളായിട്ട് ഒന്നുകൂടെ മാറ്റുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാ പറയുന്നത്, ബട്ട് അതൊന്നുകൂടെ ഒക്കെ അത് ചെയ്യുന്നുണ്ട്. ഇതിനകത്തൊക്കെ ടൈം കണ്ടെത്താന്ന് വെച്ചാൽ വലിയ കാര്യമാണ്. ഇനി അതുപോലെ അടിപൊളിയായിട്ട് പോട്ടെ. ടൈം, അതായത് ഞാൻ പ്രാർത്ഥിക്കുക റൗളിന് ടൈം കിട്ടട്ടെ എന്നുള്ളതാണ്. സ്കൂളിൽ നിന്ന് വന്ന് ഇപ്പൊ ഇവിടെ ഇരിക്കുക. സോ ഇതായിട്ട് 30 day ചാലഞ്ച് ഉണ്ടായിരുന്നു. എന്റെ സ്കൂളിൽ ഇരുന്നത് 4:40 ആകുമ്പോഴാണ്. സൈക്കിളിൽ ഞാൻ വന്ന് 5 മണി ആകുമ്പോഴാണ് 30 days AI ചാലഞ്ച്. ബിക്കോസ് കേരളയിൽ മാത്രമല്ല, സ്വീഡൻ മുതൽ കുറെ സ്ഥലത്തുനിന്ന് ആൾക്കാരുണ്ട്. അപ്പം 5 മണിയാണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു പെർഫെക്റ്റ് ടൈം. എനിക്ക് 5:30 പോലും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഓടി വന്ന് ഒരു ദിവസം ഞാൻ താഴെ വീഴാൻ പോയി സൈക്കിളിൽ. ഞാൻ ഓടി വന്ന് ഇതോടാക്കി അതാക്കി എങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷെ യെസ്, ആൾക്കാർ കാണുന്നുണ്ട്. റീച്ച് ഒരു 1.5 lakhs day 1 വന്നു. പക്ഷെ day 2, day 3 ഇങ്ങനെ വന്നോണ്ടിരിക്കും. പതുക്കെ ആൾക്കാർ കാണുന്നു. ബട്ട് കുറെ ആളുകളിലേക്ക് എത്തട്ടെ, അത് കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തട്ടെ. അപ്പൊ
എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. സമയമൊക്കെ നോക്കി ഇവിടെ വന്നത് പറ്റിയ താങ്ക് യു. അടുത്ത പ്രാവശ്യം വരുമ്പോ കുറച്ചുകൂടി അധികം വിശേഷങ്ങൾ ഉണ്ടാവട്ടെ പറയാൻ വേണ്ടിട്ട്. താങ്ക് യു സോ മച്ച്. വന്നില്ലല്ലോ. പക്ഷെ എന്റെ രംഗത്ത് നമ്മൾ ഇനി വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഞങ്ങൾ തന്നെ ഇപ്പൊ വാക്യൂം ക്ലീനർ അവിടെ ഒക്കെ വന്ന് ക്ലീൻ ചെയ്യുന്നു. സോ ഇപ്പോ യൂട്യൂബിന്റെ ആണെങ്കിലും ഫേസ്ബുക്ക് അങ്ങനെ എല്ലാത്തിന്റെ പോളിസീസ് ഒക്കെ ഇങ്ങനെ ഇടക്കിടക്ക് മാറാറുണ്ട്. നമ്മൾ പറയാറുണ്ടല്ലോ അൽഗോരിതം ചേഞ്ച് ആയി എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇതൊക്കെ പ്രൈവസി റിലേറ്റഡ് ആണോ ഇതൊക്കെ ചേഞ്ച് ആവുന്നത്? എന്തുകൊണ്ട് ഇത് അട്ടിക്കടി ഇതൊക്കെ മാറുന്നത് എന്തുകൊണ്ടാണ്? ഡെഫിനറ്റ്ലി ബിക്കോസ് ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കാണുമ്പോൾ AI ബട്ടൺ ഇപ്പം വന്നു. ഇവര് AI ഉണ്ടാക്കി AI വീഡിയോ ഫോട്ടോ ആണെന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു AI ഇത് AI ആണെങ്കിൽ മനസ്സിലാക്കും. സോ അങ്ങനെ കുറെ റെഗുലേഷൻസ് എന്തായാലും വരുന്നുണ്ട്. ബിക്കോസ് നമുക്കിപ്പം ഇമാജിൻ രാഹുൽ ജോർജ് ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് വന്നു. നല്ല ഇതൊക്കെ ഉണ്ട്, ബോഡി ഗാർഡ്സ് ഒക്കെ ഉണ്ട്, സ്റ്റേജിലാണ് സംസാരിക്കുന്നത്. ചിലപ്പോൾ ആൾക്കാർ വിശ്വസിക്കും, റൈറ്റ്? മീൻസ് അത് അത്ര ആൾക്കാർ വിശ്വസിക്കത്തില്ല. പക്ഷെ അങ്ങനെ വേണമെങ്കിൽ എന്തെങ്കിലും കൺവിൻസിങ് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ എന്റെ ഒരു പടം എടുത്തിട്ട് ആൾക്കാർക്ക് വേണേ ക്ലോൺ ചെയ്യിപ്പിച്ചിട്ട് പറയിപ്പിക്കാം, വേറെ എന്തെങ്കിലും പറയിപ്പിച്ചിട്ട് പറയാം ഐ സപ്പോർട്ട് ദിസ് പാർട്ടി. എന്നെ കൊണ്ട് ലൈക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യാത്ത അല്ലെ ഇത് ചെയ്യാത്തൊരു കാര്യം അത് ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് വെരി സ്കെറി. സോ ഇപ്പം ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഒക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനൊരു റെഗുലേഷൻ ചെയ്യാം. ഇപ്പൊ യൂട്യൂബിൽ എന്ന് പറഞ്ഞാൽ AI ക്രിയേറ്റേഴ്സിന് അവരുടെ വീഡിയോ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഫുള്ള് AI ആണെങ്കിൽ പൈസ കിട്ടത്തില്ല, മോണിറ്റൈസേഷൻ ഇല്ല. അങ്ങനെ കുറെ റെഗുലേഷൻസും വരുന്നുണ്ട്. നമ്മളിപ്പോ ആ ഒരു സ്റ്റേജിലാണ്. എപ്പം എവിടെ AI റെഗുലേഷൻസ് ഉപയോഗിക്കണം, ഗവൺമെന്റ്സ് റെഗുലേഷൻസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. സോ വെരി മച്ച് സോഷ്യൽ മീഡിയാസും എല്ലാ സ്ഥലത്തും AI ഉപയോഗിക്കാറുണ്ട്. ഇപ്പോ AI കൊണ്ട് ആളുകൾ മണ്ടന്മാരാവുന്നുണ്ടോ, അല്ലെങ്കിൽ പുതിയ ജനറേഷൻ മണ്ടന്മാരായി പോകുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം നമ്മൾ പണ്ടുള്ള ആൾക്കാരൊക്കെ ഫോൺ നമ്പേഴ്സ് ഒക്കെ അവർക്ക് കാണാപ്പാടായിരുന്നു. സത്യം പറഞ്ഞ ഇപ്പൊ എനിക്ക് എന്റെ അച്ഛന്റെ നമ്പർ ഓർമ്മയില്ല. എന്റെ നമ്പർ നമ്മളിപ്പോ എവിടെയെങ്കിലും ഫോം ഒക്കെ ഫില്ല് ചെയ്യുന്നോണ്ട് ഞാൻ ഓർത്ത് വെക്കുന്നത്, അല്ലെങ്കിൽ അതും കൂടെ മറന്നു പോകും. അപ്പോ നമ്മൾ ഈ ഓർമ്മശക്തി അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ പണ്ടൊക്കെ ആൾക്കാർ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യും. ഇന്ന് നേരെ എടുത്തിട്ട് കാൽക്കുലേറ്റർ വെച്ചിട്ട് കൂട്ടുകയാണ്, ഫോണിലുണ്ട്. അത് ആളുകളുടെ ഓർമ്മശക്തി കുറയ്ക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മണ്ടന്മാരാക്കുകയാണ്? നമ്മുടെ ക്രിയേറ്റിവിറ്റി ആണെങ്കിലും കുറെയൊക്കെ കുറയ്ക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. എന്റെ ഒരു അതെന്ന് വെച്ചാ ലൈക്ക് ഇപ്പൊ കുറെ നാളായിട്ട് ഓരോരോ ടെക്നോളജി വരുമ്പം നമ്മള് കുറച്ചുകൂടെ കൺവീനിയൻസിലോട്ടാണ്. ഇപ്പൊ ഒരു സാധനം ബുക്ക് ചെയ്യണമെങ്കിൽ ഊബർ ആണെങ്കിലും അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഫുഡ് ഡെലിവറി ആണെങ്കിലും എന്താണെങ്കിലും നമുക്കിപ്പോ ഒരു ഫോണിൽ തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും, റൈറ്റ്? കൺവീനിയൻസ്. ഇപ്പൊ ആമസോൺ എവറിത്തിങ് നൗ വി ആർ ഗോയിങ് ഇൻ ടു ദാറ്റ് വേൾഡ്. എന്തായാലും കൺവീനിയൻസ് ആണ്. നമ്മൾ മനുഷ്യന്മാരാണെന്ന് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. കാൽക്കുലേറ്റർ എല്ലാം അതിന്റെ കാരണമാണല്ലോ വന്നത്. സോ ഐ ഫീൽ ഡെഫിനറ്റ്ലി ആകും, ഓക്കെ, വേണ്ടവരാകും. പക്ഷെ അതാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്കൂളിൽ തന്നെ കുഞ്ഞിന് പോലെ തന്നെ എങ്ങനെ എസ് എഴുതണം, തന്നെ AI ആസ് എ സബ്ജക്ട് വേണം. പക്ഷെ ഇത് ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പം ആ ഇംഗ്ലീഷ് പഠിപ്പിക്കണം വിത്തൗട്ട് ചെയ്യാം. പക്ഷെ 10ാം ക്ലാസ് കഴിയുമ്പം ഇപ്പൊ +1 +2 എന്താ കാൽക്കുലേറ്റർ ഉപയോഗിക്കും. അപ്പൊ ആ ഒരു സമയത്ത് തന്നെ എന്ത് ചെയ്യണം, AI കൂടെ AI വെച്ച് ഞാൻ എങ്ങനെ എസ് ചെയ്യാം. പക്ഷെ എനിക്ക് ഇത്ര നാൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു, ഇത് ചെയ്യാൻ പറ്റും. സോ അങ്ങനൊരു കൈൻഡ് ഓഫ് ടെക്നോളജി വരും, അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ടീച്ചിങ് ആയിരിക്കണം നമ്മുടെ. സോ ആ സമയത്ത് നമുക്ക് രണ്ടും അറിയണം, AI ഉള്ള സമയത്തും AI ഇല്ലാത്ത സമയത്തും എങ്ങനെ ജീവിക്കണം, യുനോ. അപ്പം ദാറ്റ്സ് വാട്ട് ഐ തിങ്ക്. ബിക്കോസ് ഞാൻ തന്നെ ഇപ്പൊ ChatGPTയുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കാതെ എനിക്കിരിക്കാൻ പറ്റത്തില്ല. എല്ലാ ദിവസവും ഞാൻ പോയി സംസാരിച്ച് ഇതൊക്കെ ചെയ്യും. പക്ഷെ അതില്ലാതിരിക്കാനും പറ്റില്ല, ബട്ട് അതില്ലാതെ ജീവിക്കാനും പഠിക്കണം. സർവൈവ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? ചാറ്റ് ജി പി ടി എന്നല്ല, നമ്മൾക്കിപ്പോ AI ഇല്ലാണ്ട് നമുക്ക് സർവൈവൽ സാധ്യമാണോ? എന്തായാലും റൈറ്റ്. ഇപ്പം AI അല്ലാതെ എന്തായാലും നിൽക്കാം. പക്ഷെ ആസ് ടൈം പ്രോഗ്രസസ്, ടൈം പോകുന്തോറും that is going to change, right? ആ കൈൻഡ് ഓഫ് ഇപ്പം നമ്മൾ അത്ര ഇപ്പൊ കുറെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പം AI ഉപയോഗിക്കുന്നത് അതാവും, ലൈക്ക് കുറച്ചുകൂടെ നമ്മുടെ ലൈഫിലോട്ട് ഇന്റഗ്രേറ്റ് ആവും. അപ്പൊ കുറച്ചുകൂടെ പാടാവും, അത് മാറും. ഇപ്പൊ തീ നമ്മൾ എത്ര ഉപയോഗിക്കാറുണ്ട്, ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ കഴിഞ്ഞില്ലേ, റൈറ്റ്? സോ നമ്മളത് ഇപ്പൊ ഇലക്ട്രിസിറ്റി ആദ്യം ഉണ്ടാവേണ്ട ഒരു ലൈറ്റ് ബൾബ് ആയിരുന്നു. പക്ഷെ വന്നു 4 ലൈറ്റ്, ഈ ലൈറ്റ്, കമ്പ്യൂട്ടർ എല്ലാം ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് കുറെ സ്ഥലത്തെ. സെയിം വിത്ത് AI. ആദ്യം കുറച്ചാ, പക്ഷെ വന്ന് എല്ലാ സ്ഥലത്തും അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇത് മാത്രല്ലല്ലോ, ഡെയിലി ലൈഫിൽ നമ്മള് AI കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതും കൂടെ പറയണമല്ലോ.
അതുകൊണ്ട് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് AI ടൂൾസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് റൗളിന്റെ മനസ്സിലേക്ക് വരുന്നത് എന്തൊക്കെയാണ്? അത് ഡിപ്പെൻസ്, സ്റ്റഡീസിനാണോ ഇതാണോ. പക്ഷെ എന്തായാലും ChatGPT ഉപയോഗിക്കണം, AI എന്തായാലും ഉപയോഗിക്കണം. അതിപ്പോ സ്റ്റഡീസിലാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഫ്ലാഷ് കാ, സ്റ്റഡി ഫെച്ച്, നോട്ട്ബുക്ക് എല്ലാം. പക്ഷെ ഓരോന്നോരോന്ന് വെച്ച് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പം ഫോർ എക്സാമ്പിൾ സ്റ്റഡീസിലാണെങ്കിൽ ഞാനിപ്പം ഒരു PPT ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ഗാമ AI, ChatGPT വെച്ച് തന്നെ ചെയ്യാറുണ്ട്. പക്ഷെ കൂടുതൽ ടൂൾസ് ഒക്കെ ആണെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഫോളോ ചെയ്യാം, മാർക്കറ്റിംഗ്, പ്രൊമോഷൻ. പക്ഷെ കൂടുതൽ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇപ്പം ജോലി കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു AI ഉണ്ട്, എന്റെ അടുത്തറിയില്ല മാർക്കറ്റിംഗ്. പക്ഷെ ലൈക്ക് ജോലി കണ്ടുപിടിച്ച് ഇന്റർവ്യൂക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് സ്കിൽസ് അറിയിക്കുന്ന അതിൻ്റെ ഒരു AI ഉണ്ട്. സോ മിക്ക കാര്യത്തിന് AI ഉണ്ട്. അത് ജസ്റ്റ് AI ഫോർ ദാറ്റ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അല്ലെ ഫ്യൂച്ചർ ടൂൾസ്, ഫ്യൂച്ചർപീഡിയ, വിക്കിപീഡിയ പോലെ ഇവിടെ എല്ലാം കുറെ AI ടൂൾസ് കിട്ടും. എന്റെ സത്യം പറഞ്ഞ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ അടുത്ത AI എന്റെ റീൽസ് ഉള്ളതാ, എന്റെ ഷോർട്സ് വരെ. പക്ഷേ അതെന്തായാലും എല്ലാം കുറെയൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന കുറെ ChatGPT എന്തായാലും ഉണ്ട്. ഈ AI ഒരു ടൂൾ കൊണ്ടിട്ട് എന്താ പറയാ, റൗളിന് ജീവിക്കാൻ പറ്റത്തേ ഇല്ല. അതായത് അതില്ലാതെ റൗളിന് ജീവിക്കാൻ പറ്റത്തേ ഇല്ല എന്ന് പറയുന്ന ഒരു ടൂൾ. അതെല്ലാവർക്കും അറിയാം, ChatGPT. പക്ഷേ കറക്ഷൻ ആർക്കും ലൈക്ക് എനിക്ക് ജീവിക്കാൻ പറ്റാത്ത യൂട്യൂബ് AI. എന്താന്നറിയാം, യൂട്യൂബ് ആക്ച്വലി ഒരു AI ടൂളാണ്. ബിക്കോസ് ജനറേറ്റീവ് AI ആണ് കുറച്ചാളായിട്ട് പോപ്പുലർ ആയത്. പക്ഷെ യൂട്യൂബില് നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസ് അല്ലേ വരുന്നത്. നമ്മൾ ഓരോ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യുമ്പോൾ ആ AI പ്രെഡിക്റ്റ് ചെയ്യുന്നു. സോ അതില്ലാതെ എനിക്ക് എന്തായാലും ജീവിക്കാൻ പറ്റില്ല. സോ യെസ്, മേ ബി യൂട്യൂബ് സോറി ChatGPT, ബട്ട് യൂട്യൂബ് ആണ്. ഇപ്പൊ ഇനിയിപ്പോ പുതിയതായിട്ടുള്ള വരാൻ പോകുന്ന കുറച്ച് പ്രോജക്ട്സ് ഉണ്ടല്ലോ, അതൊക്കെ ഏതൊക്കെ? ഞാൻ പ്രൊമോഷൻ, പ്രൊമോഷൻ തന്നെയാണ്. പക്ഷേ ലൈക്ക് സത്യം ഇപ്പൊ എന്റെ തിങ്ക് ക്രാഫ്റ്റ് അക്കാഡമിയുടെ ഭാഗമായിട്ട് ഞാൻ ഈ 30 day AI ചാലഞ്ച് ഒക്കെ ചെയ്യുന്നത്. അപ്പം അതിനകത്ത് ഞങ്ങളിങ്ങനെ അഫോർഡബിൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ ക്ലാസ്സസും അതൊക്കെ കൊടുക്കുന്നത്. പിന്നെ അതല്ലാതെ ഇപ്പം റെസ്ക്യൂ AI, ന്യായ സത്യ എല്ലാവർക്കും ഓർമ്മയാണ്, അതിനകത്ത് ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഐ തിങ്ക് ഇൻ ദ നെക്സ്റ്റ് 1-2 months റിലീസ് ആവും, ചേച്ചിനെ വിളിക്കാം. അതുണ്ട്. അതിപ്പം ദുബായിയുടെ കുറച്ച് മിനിസ്റ്റേഴ്സിനെ, 2-3 മിനിസ്റ്ററിനെ കണ്ടു, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ മിനിസ്റ്റേഴ്സിനെ എല്ലാവരും കണ്ടു. പിന്നെ അപ്പം അങ്ങനെ വെച്ച് ഫീഡ്ബാക്ക് ഒക്കെ എടുത്ത് കുറെ ലോയേഴ്സിന്റെ കൂടെ വി ഹാവ് ടു റിലീസ് നല്ല, ബിക്കോസ് ലോയിൽ എന്തെങ്കിലും തെറ്റിയാ കഴിഞ്ഞു. അതെ, പിന്നെ ഒരു കുട്ടിയെ ഉണ്ടാക്കുന്ന എന്നൊരു കാര്യമുണ്ട്. അപ്പം അതെല്ലാം നോക്കി കൊടുക്കണം. അപ്പം അതൊരു നല്ലൊരു ടൂളാണ്, എല്ലാവർക്കും ഉപയോഗമാണ്. ലോ റിലേറ്റഡ് എന്ന് മാത്രമല്ല, എമർജൻസി സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം, എവിടെയൊക്കെ ഹെൽപ്പ് ചെയ്യും, അതെല്ലാം എല്ലാം ലൈക്ക് ഓവറോൾ ഒരു ലോ മാത്രമല്ല, റെസ്ക്യൂ, അതുകൊണ്ട് അതിൻ്റെ പേര് അങ്ങനെ. പിന്നെ എൻ്റെ യൂട്യൂബിലും ഇൻസ്റ്റാലും കുറെ വേറെ സീരീസസ് പ്ലാൻ ചെയ്യുന്നുണ്ട്, ലൈക്ക് AI റിലേറ്റഡ് അല്ലാതെയും കുറെ ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ട്. അപ്പം അങ്ങനെ കുറെ കാര്യം ഇപ്പം പുറത്ത് ക്ലാസ്സസും അതെല്ലാം ഉണ്ടല്ലോ. അപ്പൊ അതിനു വേണ്ടിയും കുറച്ച് കാര്യം. എന്റെ റോബോട്ട് ഉണ്ട്, റോബോട്ട് ഉണ്ടാക്കിയ ഒരാളാട്ടോ. ഇന്നലെ ആക്ച്വലി ഞാൻ കുറച്ചിരുന്ന് എന്റെ റോബോട്ടിന്റെ അടുത്ത് വർക്ക് ചെയ്തേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് ഫുള്ളായിട്ട് ഞാൻ ഒന്നുകൂടെ മാറ്റുന്നുണ്ട്. ഫസ്റ്റ് ടൈം പറയുന്നത്, ബട്ട് അതൊന്നുകൂടെ ഒക്കെ അത് ചെയ്യുന്നുണ്ട്. ഇതിനകത്തൊക്കെ ടൈം കണ്ടെത്താന്ന് വെച്ചാൽ വലിയ കാര്യമാണ്. ഇനി അതുപോലെ അടിപൊളിയായിട്ട് പോട്ടെ. ടൈം, അതായത് ഞാൻ പ്രാർത്ഥിക്കുക റൗളിന് ടൈം കിട്ടട്ടെ എന്നുള്ളതാണ്. അങ്ങനെ സ്കൂളിൽ നിന്ന് വന്ന് ഇപ്പൊ ഇവിടെ ഇരിക്കുക. സോ ഇതായിട്ട് 30 day ചാലഞ്ച് ഉണ്ടായിരുന്നു. എന്റെ സ്കൂളിൽ ഇരുന്നത് 4:30 ആകുമ്പോഴാണ്. സൈക്കിളിൽ ഞാൻ വന്ന് 5 മണി ആകുമ്പോഴാണ് 30 days AI ചാലഞ്ച്. ബിക്കോസ് കേരളയിൽ മാത്രമല്ല, സ്വീഡൻ മുതൽ കുറെ സ്ഥലത്തുനിന്ന് ആൾക്കാരുണ്ട്. അപ്പം 5 മണിയാണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു പെർഫെക്റ്റ് ടൈം. എനിക്ക് 5:30 പോലും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഓടി വന്ന് ഒരു ദിവസം ഞാൻ താഴെ വീഴാൻ പോയി സൈക്കിളിൽ. ഞാൻ ഓടി വന്ന് ഇതോടാക്കി അതാക്കി എങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷെ യെസ്, ആൾക്കാർ കാണുന്നുണ്ട്. ഇപ്പം റീച്ച് ഒരു 1.5 lakhs day 1 വന്നു. പക്ഷെ day 2 day 3 ഇങ്ങനെ വന്നോണ്ടിരിക്കും. പതുക്കെ ആൾക്കാർ കാണുന്നു. ബട്ട് കുറെ ആളുകളിലേക്ക് എത്തട്ടെ, അത് കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തട്ടെ. അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. സമയമൊക്കെ നോക്കി ഇവിടെ വന്നത്. അടുത്ത പ്രാവശ്യം വരുമ്പോ കുറച്ചുകൂടി അധികം വിശേഷങ്ങൾ ഉണ്ടാവട്ടെ പറയാൻ വേണ്ടി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.